തിരുവിഷ്ട മിനിസ്ട്രീസ് ഡെയിലി ബെഡിലേക്ക് സ്വാഗതം. 2020 നവംബർ 19 സാർവത്രിക സഭ വിശുദ്ധ ബലിമധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. വെളിപാടിൻ്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 10 വരെയും, സങ്കീർത്തനങ്ങൾ 145 1 മുതൽ 6 വരെയും 9. ലൂക്കാസ് സുവിശേഷം 19-ാം അധ്യായം 41 മുതൽ 44 വരെയും തിരുവചനങ്ങൾ. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, കൃപയും സമാധാനവും നമ്മുടെ കൂടെ. ജീവിത വഴിയിൽ, നമ്മുടെ ഭൗതിക ചുറ്റുപാടിൽ ക്രിസ്തുവിൻ്റെ മുഖം തിരിച്ചറിയണം, ദൈവപദ്ധതികളെ തിരിച്ചറിയണം, ക്രിസ്തുവിൻ്റെ സന്ദർശനം തിരിച്ചറിയണമെന്നാണ് സുവിശേഷം പറയുക. ദൈവം നമ്മുടെ അടുത്തെത്തുന്നത് തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ പലപ്പോഴും നാം ദൈവത്തെ അവഗണിക്കുന്നത്. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ വഴിയിലുണ്ട് എന്ന്, പ്രവർത്തന വഴിയിലുണ്ട് എന്ന്, ജീവിതത്തിലുണ്ട് എന്ന് നിരന്തരം ഓർക്കുകയും അവനെ കണ്ടെത്താനായി ശ്രമം നടത്തുകയും ചെയ്യുമ്പോൾ ജീവിക്കുന്ന ഓരോ നിമിഷവും ദൈവാനുഭവത്തിൻ്റെതാകും, രക്ഷയുടേതാകും. അങ്ങനെ കണ്ടെത്തുന്നില്ലെങ്കിൽ നാശകരമായ വിപത്തിലേക്കാണ് നാം പതിക്കുക എന്നാണ് വചനം ഓർമ്മപ്പെടുത്തുക. ഒരു ഭൗതിക ചുറ്റുപാടിനെക്കുറിച്ചുള്ള വിശദീകരണമാണ് സുവിശേഷത്തിൽ. ജെറുസലേമിനെക്കുറിച്ചാണ്. ജെറുസലേമിൻ്റെ പതനത്തെക്കുറിച്ച് യേശു പറയുകയാണ്. ജെറുസലേമിൻ്റെ പതനം പറയുന്ന യേശു പറയുന്നുണ്ട്, നിൻ്റെ സന്ദർശന ദിവസം നീ അറിഞ്ഞില്ല, അതുകൊണ്ട് ശത്രുക്കൾ നിനക്ക് ഒരു പാളയമടിക്കും, നിന്നെ നശിപ്പിക്കും, നിൻ്റെ മക്കളെ ചിതറിക്കും, അങ്ങനെ നീ കല്ലിനുമേൽ കല്ല് ശേഷിക്കാതെ നശിച്ചു പോകും. ഇതൊരു ഭൗതികമായ നാശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പറയാൻ വേണ്ടിയല്ല. ജെറുസലേം തകരുന്നത് യഥാർത്ഥത്തിൽ ഒരടയാളമായിട്ടാണ്, ദൈവത്തിൻ്റെ വാക്കുകൾ നിറവേറുന്നു എന്നത് കാണിക്കാൻ വേണ്ടിയാണ്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷാകരമായ മുന്നേറ്റത്തിന് തടസ്സമായി മാറുന്ന ഒന്നാണ് ക്രിസ്തുവിനെ തിരിച്ചറിയാതെ പോകൽ. ഭൗതികമായി ഈ ലോകത്ത് നേടുന്ന വസ്തുക്കളും ബന്ധങ്ങളും സാധ്യതകളും എല്ലാം നശിച്ചു പോകുന്നവയാണല്ലോ, അതെല്ലാം നശ്വരമാണ്, നിലനിൽക്കുന്നവയല്ല. നിലനിൽക്കുന്നൊരു നഗരം നമുക്കുണ്ട്, അത് സ്വർഗീയ ജെറുസലേമാണ്. ആ ജെറുസലേമിനെ അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ഭൗതിക ജീവിതാവസ്ഥയ്ക്കകത്തൊക്കെ നിരന്തരമായി ക്രിസ്തു സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ പറ്റണം. ദൈവം നമ്മുടെ അടുത്ത് വരുന്നതെന്ന് അറിയണം. പലപ്പോഴും നമ്മളത് അറിയുന്നില്ല എന്നുള്ളതാണ്. വളരെ ആത്മീയ ഉയർച്ചയിലാണെന്ന് കരുതുന്നവർ പോലും നമുക്ക് പുറത്തുള്ളവരെ കാണുന്നത് പല തട്ടുകളായിട്ടാണ്. ഭിക്ഷക്കാരായി, യാചകരായി, അല്ലെങ്കിൽ അധസ്ഥിതരായി, ആദിവാസികളായി നമ്മൾ പലതരത്തിൽ മനുഷ്യനെ മനുഷ്യനല്ലാതെ കാണുകയാണ്. ഉയർന്നവനെയും താഴ്ന്നവനെയായിട്ട് കാണുകയാണ്. അതിനൊക്കെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ മുഖം കാണുന്നില്ല എന്നുള്ളതാണ്. ഏതൊരു മനുഷ്യനിലും ക്രിസ്തുവിനെ കാണാൻ തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് ഈ വലിപ്പച്ചെറുപ്പമോ അയാളുടെ പ്രാഗൽഭ്യമോ അറിവോ കഴിവോ ഒന്നും അയാളെ തരംതിരിക്കുന്നതിന് കാരണമായിട്ട് മാറുന്നില്ലല്ലോ. ഭൗതിക ജീവിത സാഹചര്യങ്ങൾക്കകത്ത് ക്രിസ്തുവിനെ കാണാത്തത് കൊണ്ടല്ലേ ഉയർച്ച താഴ്ചകളെക്കുറിച്ചുള്ള ഈ പരികല്പന ഉണ്ടാകുന്നത്. ഉയരുന്നു, താഴുന്നു, നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ഏത് വഴിയിലും നീ ജീവിക്കുന്ന ജീവിത ചുറ്റുപാടിൻ്റെ ഏത് പ്രവർത്തന സാഹചര്യത്തിലും പ്രയോഗ വഴിയിലും നിരന്തരമായി ക്രിസ്തു സാന്നിധ്യമുണ്ട് എന്നൊരു കാര്യം ഓർത്താൽ പരാജയങ്ങൾക്കകത്ത് ക്രിസ്തുവിനെ കാണാൻ പറ്റും, വിജയത്തിനകത്തും കാണാൻ പറ്റും. അവിടെ രണ്ടിടത്തും ക്രിസ്തുവിനെ കാണുന്നതുകൊണ്ട് ക്രിസ്തു പരമലക്ഷ്യമായിട്ട് മാറുകയും വിജയപരാജയങ്ങൾ പ്രാധാന്യമില്ലാത്തതായിട്ട് മാറുകയും ചെയ്യും. മനുഷ്യരുടെ ഈ തരംതിരിവുകൾ മാറിയിട്ട് ക്രിസ്തുവിനെ കാണുകയും മനുഷ്യർ തമ്മിലുള്ള ഉയർച്ച താഴ്ചകളെ നമ്മൾ കാണാതിരിക്കുകയും ചെയ്യും. അപ്രകാരം നമ്മൾ ഉയരുമ്പോഴാണ് യഥാർത്ഥ ദൈവരാജ്യ അനുഭവത്തിലേക്ക് ഈ ഭൗതിക സാഹചര്യത്തിൽ തന്നെ നമുക്ക് വളരാൻ പറ്റുക. അതാണ് യഥാർത്ഥത്തിൽ അവരെ കണ്ടെത്താനുള്ള, അവരിൽ ക്രിസ്തുവിനെ കണ്ടെത്താനുള്ള യാത്രയുടെ ഫലമായിട്ട് വരിക. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമായി നാം ഇത് ഓർക്കേണ്ടതാണ്. നമ്മെ നേടിയ ക്രിസ്തു നമ്മുടെ വലിപ്പ ചെറുപ്പത്തെ നോക്കിയിട്ടില്ല, നമ്മുടെ കുറവുകളെയും പോരായ്മകളെയും നോക്കിയിട്ടില്ല. എല്ലാവരും ഒരുപോലെ മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, അല്ലാതെ ഇന്ന ആൾക്ക് വേണ്ടിയല്ല. പ്രാഗൽഭ്യമോ അറിവോ കഴിവോ കാര്യമായി ക്രിസ്തു പരിഗണിക്കുന്നില്ല. ക്രിസ്തു സുവിശേഷം പറയുന്നത് സമരിയക്കാരിയോടാണ്, ചുങ്കക്കാരനോടാണ്, ലേവിയോടാണ്, കുഷ്ഠരോഗിയോടാണ്. അതേസമയം തന്നെ ഫരിസേയനോടും നിയമത്തിനോടും പറയുന്നുണ്ട്, അധികാരിയോട് പറയുന്നുണ്ട്. ക്രിസ്തുവിന് വചനം പറയാനായിട്ട് ഒരു വിഭാഗീയത അനുഭവപ്പെടുന്നില്ല. നമ്മളെ സംബന്ധിച്ചാണ് ഈ തട്ടുതിരിവുകൾ ഉണ്ടാകുന്നത്. തട്ടുതിരിവ് ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താ? ജീവിത വഴിയിലുള്ള ക്രിസ്തുവിനെ കാണാതെ പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങിയ ഒരുവനെക്കുറിച്ചാണ് വെളിപാട് ഗ്രന്ഥം പറയുക. വെളിപാട് ഗ്രന്ഥം പറയുന്നത് മുദ്ര തുറക്കാൻ അവകാശമുള്ളവനാരാ? അവന് വിലയ്ക്ക് വാങ്ങിയവനാണ്. കുഞ്ഞാട്, കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട്. ആ കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാടാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ വെളിപാടിൻ്റെ മുദ്ര തുറക്കാനായിട്ട്, രഹസ്യങ്ങളുടെ മുദ്ര തുറക്കാനായിട്ട് അവകാശമുള്ളവൻ. അവൻ തുറന്ന മുദ്രയാണ് ഈ വെളിപ്പെടുത്തൽ നമുക്ക് നൽകുന്നത്, ജ്ഞാനം നമുക്ക് നൽകുന്നത്. മനുഷ്യനെ മനുഷ്യനായി കാണാനും അവന് ദൈവത്തെ കാണാനും ദൈവത്തെ പ്രതി അവനെ സ്വീകരിക്കാനും അവനുവേണ്ടി സ്വയം അർപ്പിക്കാനും ഒക്കെ ഹൃദയവിശാലത നൽകേണ്ടത് ആത്മാവിൻ്റെ ഈ വെളിച്ചമാണ്. പലപ്പോഴും നമുക്കില്ലാതെ പോകുന്നത് ഈ ആത്മാവിൻ്റെ വെളിച്ചമാണ്. അതുകൊണ്ട് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ മുദ്ര തുറക്കുന്നവൻ അവനാണ്, അവൻ ഈ സ്വയം അർപ്പിച്ചവനാണ്, വിജയം നേടിയവനാണ്, തൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തവനാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ സ്തുതിക്കുന്നവർ
ഈ കുഞ്ഞാടിനോട് പറയുന്നുണ്ട്, നീ എല്ലാ ഭാഷയിൽ നിന്നും ഗോത്രത്തിൽ നിന്നും വംശത്തിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും പല വിധത്തിൽപ്പെട്ട ആളുകളെ നീ ഒരുമിച്ച് കൂട്ടി, നീ അവരെ നേടി, നീ അവരെ വിശുദ്ധ ജനമാക്കി മാറ്റി, നിന്റെ സ്വന്തം ജനമാക്കി മാറ്റി. അപ്രകാരം ചെയ്ത ഒരുവനാണ് എല്ലാ സ്തുതികൾക്കും യോഗ്യനെന്ന് വെളിപാട് ഗ്രന്ഥകാരൻ പറയുന്നത്. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരുമാണ് ഈ നേടപ്പെട്ടവർ എന്ന് ഓർക്കണം. അതുകൊണ്ട് നമ്മളെ ദൈവം ഇങ്ങനെ തിരഞ്ഞെടുത്തിട്ടുള്ളത് നമ്മുടെ കുറവുകളോ പോരായ്മകളോ ഒന്നും നോക്കാതെ പല ദേശങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, പലതരത്തിലുള്ള ജീവിത വ്യവസ്ഥകളിൽ നമ്മെ കർത്താവ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ കർത്താവിൻ്റെ വിശുദ്ധജനമായി ജീവിക്കാനാണ്, അവൻ്റെ തുടർച്ചയായിട്ട് ആനുകാലിക ലോകത്ത് അനുഭവപ്പെടാനാണ്, ഈ ജ്ഞാനം നിറഞ്ഞ് ഈ ലോകത്ത് ജീവിച്ച് പ്രകാശം പരത്താനാണ്. ആ ഒരു ബോധ്യത്തോടെ എനിക്ക് നിങ്ങൾക്കും ജീവിക്കാൻ കഴിയണമെന്നാണ് വചനം എന്ന് പറയുക. സങ്കീർത്തനം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തെ സ്തുതിക്കാനായിട്ടാണ് പറയുക. ദൈവത്തെ സ്തുതിക്കാനായിട്ട് പല കാരണങ്ങളാണ് സങ്കീർത്തകൻ പറയുക. സങ്കീർത്തകൻ പറയുകയാണ്, എളിയവരായ നമ്മെ അവിടെ നിന്ന് ഉയർത്തി, അതുകൊണ്ട് അവിടത്തേക്ക് സ്തുതികൾ അർപ്പിക്കണം, അവിടുത്തെ മഹത്വപ്പെടുത്തണം. ഈ ഭൂമിയിലെ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായി മാറുന്നപ്പോഴാണ് ജീവിത സാഹചര്യങ്ങൾക്കകത്ത് ക്രിസ്തുവിനെ കാണുന്ന ഒരു മനോഭാവത്തോടെ ജീവിക്കുകയും എല്ലാ ജീവിത സാഹചര്യങ്ങളും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുമ്പോഴാണ്. നമ്മളിന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ വേദനയുള്ള സാഹചര്യങ്ങളിലും ദൈവത്തെ സ്തുതിക്കുന്നില്ല, അല്ലെങ്കിൽ സങ്കടം വരുമ്പോൾ സ്തുതിക്കുന്നില്ല. സങ്കടം വരുമ്പോൾ നമ്മൾ സ്തുതിക്കുന്ന കരഞ്ഞുകൊണ്ടാണ്, യഥാർത്ഥ ഹൃദയത്തിൽ നന്ദി പറഞ്ഞുകൊണ്ടല്ല. എൻ്റെ ജീവിതത്തിൽ ഒരു ക്ലേശകരമായ അനുഭവം ഉണ്ടാകും. ആ ക്ലേശകരമായ അനുഭവം ഒരു ക്രിസ്തു അനുഭവത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ തിരിച്ചറിഞ്ഞാൽ നിശ്ചയമായിട്ടും എനിക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. എനിക്ക് അപമാനമേൽക്കുമ്പോൾ, ക്രിസ്തു അപമാനിതനായി ഞാനും അപമാനമേൽക്കുന്നു, എൻ്റെ പ്രവൃത്തി വഴിയല്ല അപമാനമെങ്കിൽ ഉടനെ രക്ഷാകരമായൊരു അപമാനത്തിലാണ് ഞാനെന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിനോടൊപ്പമായി തീരുന്നെന്ന് ബോധ്യം ഉണ്ടാവുകയും അങ്ങനെ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാണ്. എനിക്ക് സഹനം, വേദന ഉണ്ടാകുമ്പോൾ, ശരീരത്തിലുണ്ടാകുമ്പോൾ ക്രിസ്തു സഹിച്ചു, ആ പീഡകളോട് കൂടെയാണ് എൻ്റെ സഹനമെന്ന് ഓർക്കുമ്പോൾ ഈ വേദനകളുടെ ആഴത്തിൽ നിന്നുകൊണ്ട് എനിക്ക് ദൈവമേ നീ മഹത്വപൂർണ്ണനാണ്, നീ നല്ലവനാണ്, നീ സ്തുതിക്കപ്പെടട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റും. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മരണകരമായ വേദന അനുഭവിക്കുമ്പോഴും, പരിത്യക്താവസ്ഥ ഉണ്ടാകുമ്പോഴും, നഷ്ടങ്ങളുണ്ടാകുമ്പോഴും, കഷ്ടങ്ങളുണ്ടാകുമ്പോഴും ഇതെല്ലാം അനുഭവിച്ചൊരു ക്രിസ്തുവിനെ, എനിക്ക് വേണ്ടി എന്നെ നേടാൻ വേണ്ടി ഇതെല്ലാം അർപ്പിച്ചൊരുവനെ ഈ ജീവിത വ്യവസ്ഥകൾക്കകത്തും സാഹചര്യത്തിനകത്തും ഞാൻ കണ്ടുമുട്ടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ, കർത്താവിനെ സ്തുതിക്കുമ്പോൾ മഹത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞാൻ തന്നെ ഉയർത്തപ്പെടുകയാണ് എന്നൊരു ബോധമുണ്ടാണ്. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ സൗഭാഗ്യപൂർണ്ണമായൊരു ജീവിതമാണ് പുതിയ ജെറുസലേമായ നമുക്ക് വേണ്ടി അവിടെ നിന്ന് കരുതിയിട്ടുള്ളത്. അത് ഈ ഭൗമിക ജീവിതാവസ്ഥയിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ ഒരു പ്രത്യാശയുള്ള ജീവിതം നമുക്ക് നയിക്കാൻ പറ്റുക. അപ്രകാരമായി തീരാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.